സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികളായി. പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ പമ്പയാണ് രമേശ് ചെന്നിത്തലയുടെ വസതി. കെ മുരളീധരന്റെ സാനഡുവും സണ്ണി ജോസഫിന്റെ അശോകയും ലഭിച്ചിട്ടുണ്ട്. OJ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ് ലഭിച്ചു. വിശ്വാസ തർക്കത്തെ തുടർന്ന് പല മന്ത്രിമാരും മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിരുന്നില്ല. N ഷംസുദ്ദീന് നെസ്റ്റ്, KM ഷാജിക്ക് പൗർണമി, PK കുഞ്ഞാലിക്കുട്ടിക്ക് ലൈൻത്രസ്, PK ബഷീറിന് ഉഷസ്, അബ്ദുൾ ഗഫൂറിന് കവടിയാർ ഹൗസും ലഭിച്ചിട്ടുണ്ട്. മോൻസ് ജോസഫിനെ പെരിയാറും, ഷിബു ബേബി ജോണിന് എസൈൻഡൻ, CP ജോണിന് റോസ് ഹൗസും ലഭിച്ചു. ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൗസ്, KA തുളസിക്ക് പ്രശാന്തും ലഭിച്ചു. നിള, സാനഡു, ഗ്രേസ് എന്നീ വസതികൾക്ക് ആവശ്യക്കാരേറെ വന്നത് തർക്കത്തിന് കാരണമായിരുന്നു. ഒരു വസതിക്ക് അവകാശവാദം ഉന്നയിച്ച് 3 മന്ത്രിമാർ രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നത് ഒരാഴ്ച വൈകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിക്കാണ് അന്വേഷണ ചുമതല. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, എന്തായാലും പിണറായി വിജയന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവിനെ തുടർന്നാണ് പുനരന്വേഷണം നടത്താൻ ഇപ്പോൾ VD സതീശന്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഒരു തുടരന്വേഷണത്തിന് VD സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. DYSP ബൗജു പൗലോസ് ആയിരിക്കും അന്വേഷണ ചുമതല ഉണ്ടാവുക. ഇത് സംബന്ധിച്ചിപ്പോൾ കേരള പോലീസ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. 6 പേരടങ്ങുന്ന സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. DYSP ബൈജു പൗലോസാണ് ഈ അന്വേഷണത്തിന് ചുമതല ഉണ്ടാവുക. ഈ 2023 ഡിസംബർ 15 ആലപ്പുഴയിലെ ഹൈസ്കൂളിന് സമീപം വെച്ച് ഈ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ റോഡരികിൽ പ്രതിഷേധവുമായി വന്ന പ്രവർത്തകരെ ആയിരുന്നു ഈ ഗൺമാൻമാർ ആക്രമിച്ചത്. അതിന് പിന്നാലെയാണ് ഈ കേസെടുക്കണമെന്ന ആവശ്യവുമായി പോലീസിനെ സമീപിക്കുന്നതും. അതേസമയം തന്നെ പോലീസ് ഇതിലൊരു വ്യക്തമായ അന്വേഷണം നടത്താത്ത സാഹചര്യത്തിലും പരാതി സ്വീകരിക്കാത്ത സാഹചര്യത്തിലുമായിരുന്നു കോടതിയെ സമീപിച്ചത്. ഇതിന് പിന്നാലെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ടിൽ അവ്യക്തത ചൂണ്ടിക്കാട്ടിയായിരുന്നു ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഈ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിലാണിപ്പോൾ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. 30 ദിവസത്തിനകം, ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാം എന്നാണ് ഇപ്പോൾ ഈ കേരള പോലീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നതായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു ആയുധമാക്കിയത്. അതേസമയം തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉടലെടുത്ത സാഹചര്യത്തിലും കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം വന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ കേസിൽ ഇത്ര ഒരു മാധ്യമ വാർത്ത അല്ലെങ്കിൽ ഒരു വ്യാപകമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആയത്. ഈ 2023 ഈ ഡിസംബർ 15 ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെല്ലാം ഇതൊരു ആയുധമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. VD സതീശൻ, ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ഒരു പ്രതികരണം VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഇതിൽ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. SP ഷൗക്കത്തിലെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം ഉണ്ടാവുക. ഈ TP ചന്ദ്രശേഖർ വധക്കേസ് അടക്കമുള്ള തമിഴ്നാട് കനകമല അടക്കമുള്ള കേസിൽ ഈ 2020 സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസ് അന്വേഷിച്ചത് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. അതിൽ തന്നെ 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേരള പോലീസ് പുറത്തിറക്കിയ ഈ ഉത്തരവിൽ വ്യക്തമാവുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.
സത്യപ്രതിജ്ഞയിലെ ജാതിവാൽ പരാമർശത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോൾ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നായതിനെതിരെയാണ് FB പോസ്റ്റുമായി ജിൻഡോ ജോൺ രംഗത്തെത്തിയത്. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കത്തോലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതിയെന്നും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് ഇൻക്ലൂസീവ് എന്നുമാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്റെ രാഷ്ട്രീയം എന്റെ ബോധ്യങ്ങൾ കൂടിയാണ്, ഒരൽപ്പം ലെഫ്റ്റ് ആയ ഒരു കോൺഗ്രസ് ബോധ്യം എന്നുകൂടി ജിൻഡോ പോസ്റ്റിൽ പറയുന്നുണ്ട്. KSRTC ബസ്സിലെ സൗജന്യ യാത്രയ്ക്കുള്ള പണം വി.ഡി. സതീശൻ വീട്ടിൽ നിന്നും കൊണ്ടുവരണമെന്ന പരിഹാസവുമായി CPIM നേതാവ് M.M. മണി. സൗജന്യ യാത്ര പ്രഖ്യാപിക്കാൻ എളുപ്പമാണെന്നും പക്ഷേ അതിനുള്ള പണം സതീശൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാമെന്നും M.M. മണി പറഞ്ഞു. ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ രാജ്യം എത്തിച്ചു കൊടുത്തവരാണ് സതീശന്റെ പാർട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു. തിരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് തങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നും മുണ്ടുമടക്കി കുത്തി തന്നെ നിൽക്കുമെന്നും M.M. മണി പ്രതികരിച്ചു.